നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ ഹാസ്യനടൻ നാസർ മുഹമ്മദ് ഖാസയെ താലിബാൻ വധിച്ചു. ഖാസാസ്വാൻ എന്ന പേരിൽ ഹാസ്യ വീഡിയോകളിലൂടെ പ്രശസ്തനായ നാസർ മുഹമ്മദിനെ ജൂലൈ അവസാന ആഴ്ചയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. താലിബാൻ മനുഷ്യരെ കൊല്ലുന്നത് ഇതാദ്യമല്ല. താലിബാൻ ഒരു തീവ്രവാദ സംഘടനയാണ്. അവർ മനുഷ്യരെ കൊല്ലുന്നു എന്നതൊരു വാർത്തയേ അല്ല. പക്ഷേ കൊലപാതകം തൊഴിലാക്കിയ ഒരു സംഘടനയെ ന്യായീകരിക്കാൻ മലയാളം പറയുകയും എഴുതുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് എന്നത് നമ്മളെ ഞെട്ടിക്കുന്നു. എന്തിനാണ് ഒരു തീവ്രവാദ സംഘടനയെ ന്യായീകരിക്കാൻ ന്യൂനപക്ഷമെങ്കിലും ചിലർ തയ്യാറാകുന്നത്? എന്തുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ ഇത് കേട്ട് മൗനം പാലിക്കുന്നു? തീവ്രവാദത്തെ തള്ളിപ്പറയാൻ ആത്മീയ നേതൃത്വം, മത നേതൃത്വം തയ്യാറാകണം. എല്ലാ മതത്തിനും ഇത് ബാധകമാണ്. നമ്മുടെ കേരള സംസ്ഥാനം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിലും ഭാരതത്തിന് ഉള്ളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ മതവും ജാതിയും വർഗവും പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെയും തീവ്രവാദികൾ മതനേതൃത്വം ഏറ്റെടുക്കുന്നതിൻ്റെയും ദുരന്തങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണ് നമ്മൾ മലയാളികൾ. ഇതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, കൊലപാതകത്തിന് താലിബാന്റെ വിശദീകരണം നൽകാൻ മനോരമ പോലെയുള്ള പത്രങ്ങൾ ഇടം നൽകി എന്നുള്ളതാണ്. അവരെഴുതി, എന്നാൽ നാസർ മുഹമ്മദ് കോമഡി നടനല്ലെന്നും ശത്രുപക്ഷത്തുള്ള അഫ്ഗാൻ നാഷണൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും താലിബാൻ വക്താവ് സബിഹുല്ല മുജാഹിദ് പറഞ്ഞുവെന്നും. ഈ മാധ്യമങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? പൂച്ച എലിയെ പിടിച്ചത് വിശന്നിട്ടാണ്. എലിയുടെ ദൈന്യതയ്ക്ക് വലിയ മാർക്കറ്റില്ല എന്നുള്ളത് ഒരു ശരാശരി പത്രപ്രവർത്തന സങ്കല്പത്തിൽ, അതിൽ തന്നെയാണോ അവർ ഈ താലിബാൻ വിഷയവും തീവ്രവാദത്തെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന? അത്ര ലാഘവ ബുദ്ധിയോടെയാണോ? അതോ താലിബാന് വേണ്ടി വാദിക്കുന്നവർ മലയാളവും പറഞ്ഞു തുടങ്ങി എന്ന ഭയമാണോ? ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖിയെ താലിബാൻ വധിച്ചിട്ട് ഒരുപാട് നാളായിട്ടില്ല. ഒരു ചിത്രം കൊണ്ട് 1000 വാക്കിന്റെ കഥ പറയാൻ കഴിവുള്ള പ്രതിഭയായിരുന്നു ഡാനിഷ് എന്ന് മാതൃഭൂമി സപ്ലിമെന്റിൽ PM നാരായണൻ എഴുതി കണ്ടു. ബംഗ്ലാദേശിലെ ദോക്സ് ബസാറിൽ റോഹിംഗ്യകൾ എത്തിയപ്പോൾ ഡാനിഷ് അവിടം സന്ദർശിച്ച് മനുഷ്യജീവിതത്തിൽ കടന്നെത്തുന്ന മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ വെളിച്ചത്തിലെത്തിച്ചതാണ്. 1994 അഫ്ഗാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് താലിബാൻ എന്ന സംഘടനയുടെ പിറവി. വിദ്യാർത്ഥികൾ അഥവാ അന്വേഷകർ എന്ന അർത്ഥം വരുന്ന പദം ക്രൂരമായ മനുഷ്യഹത്യയുടെ പര്യായമായി മാറുകയായിരുന്നു. അഫ്ഗാൻ ജനതയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിന് മതനിയമത്തിന്റെ തീവ്രപാഠങ്ങൾ അവർ ഉപയോഗിച്ചു. 1996 മുതൽ 2001 വരെയുള്ള ഭരണകാലത്ത് മനുഷ്യരെ അക്ഷരാർത്ഥത്തിൽ കൊന്നൊടുക്കുകയായിരുന്നു. വീടുകളും കൃഷിയിടങ്ങളും കത്തിച്ചു കളഞ്ഞു. ലക്ഷക്കണക്കിന് പട്ടിണിക്കാർക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണം അവർ നിഷേധിച്ചു. 2010 76%, 2011 80% മനുഷ്യഹത്യ അഫ്ഗാനിൽ താലിബാൻ നടത്തിയതാണ്. താലിബാൻ കാട്ടിക്കൂട്ടിയ സാംസ്കാരിക ഹത്യ ഇതുപോലെ തന്നെ ഭീകരവും തീവ്രവുമാണ്. എത്രയോ സാംസ്കാരിക രൂപങ്ങളും അടയാളങ്ങളും അവർ തകർത്തു കളഞ്ഞു. 1500 വർഷം പഴക്കമുള്ള ബാമിയാൻ ബുദ്ധപ്രതിമ താലിബാൻ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കി. സ്ത്രീകളെ റേപ്പ് ചെയ്തു, കൂടുകളിലടച്ചു, കൊന്നുകളഞ്ഞു. താലിബാനും അൽ ഖയ്ദയും തമ്മിൽ ഇക്കാര്യത്തിൽ സാമ്യമുണ്ട്. മനുഷ്യക്കടത്തിലൂടെ വംശീയ ന്യൂനപക്ഷത്തിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും സെക്സ് വർക്കിനായി അഫ്ഗാനിലും പാകിസ്ഥാനിലും വിൽക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു തന്ത്രമാണ്, ഒരു മാർഗമാണ്. പ്രധാനമായും തജിക്, ഉസ്ബെക്, ഹസാര പോലെയുള്ള അതുപോലെ തന്നെ പഷ്തൂൺ അല്ലാത്ത ഗോത്രങ്ങളിലെയും സ്ത്രീകളെയാണ് ഇവർ ഇരകളാക്കുന്നത്. സ്ത്രീകൾ ഈ ലൈംഗിക അടിമത്തം ഭയന്ന് ആത്മഹത്യ ചെയ്യുന്നത് അഫ്ഗാനിലെ ഒരു സംഭവമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന താലിബാന്റെ കൽപ്പന അറിഞ്ഞുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണോ ഈ കേരളത്തിലും താലിബാൻ അനുകൂല പോസ്റ്റുകൾ പിറക്കുന്നത്? ബുർഖയും ഒരു ബന്ധുവും കൂടെയില്ലാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ റിലീജിയസ് പോലീസ് പരസ്യമായി ശിക്ഷിക്കും. ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്ന താലിബാന്റെ ഭാഗം ന്യായീകരിക്കാൻ മുഖ്യധാര പത്രങ്ങളിൽ പോലും സ്ഥലം കൊടുത്തത് സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി എഴുതുന്നതിനെ എന്തിനോട് നമ്മൾ ഉപമിക്കും? ഒരു വ്യക്തിയുടെ തെറ്റിനെ മതവുമായി ചേർത്ത് ചർച്ച നടത്തുന്ന ചാനലുകൾ തീവ്ര മതരാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വന്തം ജനതയുടെയും സ്വന്തം മതത്തിൻ്റെയും മുകളിൽ കിരാത ഭരണം അടിച്ചേൽപ്പിക്കുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ച്, തീവ്രവാദികളുടെ സംഘങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ അമേരിക്കൻ നേതൃത്വത്തിൽ
ഉള്ള താലിബാൻ വിരുദ്ധ പോരാട്ടം 2001 തുടങ്ങിയത്. ഇപ്പോൾ അവരത് അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പക്ഷേ ശാശ്വത സ്വാതന്ത്ര്യം എവിടെ? ഈ ഓഗസ്റ്റ് 31 ഔദ്യോഗികമായി അവർ മടങ്ങുമ്പോൾ അഫ്ഗാനിലെ ജനത വീണ്ടും താലിബാന്റെ തടങ്കലിലേക്ക് മടങ്ങുകയാണ്. താലിബാനെതിരെ പോരാടിയ ജനത വീണ്ടും അവരുടെ സ്വാതന്ത്ര്യവും സമാധാനവും നഷ്ടമാകുന്നതിൻ്റെ നിരാശയിലാണ്. അമേരിക്കയേക്കാൾ താലിബാൻ ഭയപ്പെടുന്നത് അഫ്ഗാനിലെ സ്ത്രീകളെയാണ്. അവർ പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, ജേർണലിസ്റ്റുകളാകുന്നത് താലിബാൻ വച്ചുപൊറുപ്പിക്കില്ല. 1999 താലിബാൻ ആധിപത്യം ഉറപ്പിച്ച കാലത്താണ് നേപ്പാളിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യൻ വിമാനം ഹൈജാക്ക് ചെയ്തത്. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനും തൊട്ടടുത്തുള്ള പാകിസ്ഥാനും ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള തലവേദന സൃഷ്ടിക്കുമെന്ന് പ്രവചിക്കാനാവുകയില്ല. അഫ്ഗാനിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 15-ലധികം പത്രപ്രവർത്തകരെ താലിബാൻ വധിച്ചു. മാർച്ച് മാസത്തിൽ 3 വനിതാ ജേർണലിസ്റ്റുകളെ കൊന്നു. ഇപ്പോഴിതാ ജൂലൈ 22 കാണ്ഡഹാറിലെ നാസർ മുഹമ്മദ് എന്ന ഹാസ്യതാരത്തെയും വധിച്ചു. അതും ക്രൂരമായി പീഡിപ്പിച്ച ശേഷം. മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യത്വം, മനുഷ്യജീവിതം, തീവ്രവാദം, മതം, മനുഷ്യത്വം, ഇങ്ങനെ എല്ലാത്തരം വിഷയങ്ങളിലും മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങളിലും സായാഹ്ന ചർച്ചകളും എന്തുകൊണ്ട് ഈ വിഷയം ഒഴിവാക്കുന്നു? പകരം അവർ ചർച്ച ചെയ്യുന്നത് എന്താണ്? പാലായിലും പത്തനംതിട്ടയിലും പള്ളിയിൽ വായിക്കേണ്ട സർക്കുലർ ചർച്ച ചെയ്ത് പാതകം കണ്ടുപിടിക്കുന്നു. ഇനി ഇത്തരം സർക്കുലർ ഇറക്കുമ്പോൾ അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. 4ാമത്തെ കുട്ടിയെ പഠിപ്പിച്ച് താലിബാനിൽ ചേർക്കാൻ സഹായിക്കാം എന്ന് കൂട്ടിച്ചേർത്താൽ ഒരു പക്ഷേ അത് മുഖ്യധാര ചാനലുകൾക്ക് വിരോധമുണ്ടാവില്ല എന്ന് കരുതാം.